അടുത്തൊരു എക്സ്റ്റേണൽ സെക്ടർ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോർ കൺസെപ്റ്റ് ആണ്. With reference to Indian economy, consider the following statement. If the inflation is too high, Reserve Bank of India is likely to buy government securities. If the rupee is rapidly depreciating, RBI is likely to sell dollars in the market. If interest rates in the USA or European Union were to fall, that is likely to induce RBI to dollars. അപ്പോൾ നമുക്കറിയാം ഓപ്ഷൻസ് നോക്കുമ്പോൾ ഒരു എലിമിനേഷൻ സ്കോപ്പ് ഉള്ളതാണ്. ഏതെങ്കിലും ഒന്ന് റോങ് ആണെന്ന് നമുക്ക് കണ്ടുപിടിച്ചാൽ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. കറക്റ്റ് ആൻസറാണ് നമുക്ക് ചോദിച്ചേക്കണേ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇഫ് ഇൻഫ്ലേഷൻ ഈസ് ടു ഹൈ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് ലൈക്ലി ടു ബൈ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. അപ്പോൾ നമുക്കറിയാം ഇൻഫ്ലേഷൻ ഹൈ ആണെന്നാണ് പറയുന്നത്. ഇൻഫ്ലേഷൻ ഹൈ ആണ് എന്നതിനർത്ഥം മാർക്കറ്റിൽ മണി സപ്ലൈ അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഹൈ ആണെന്നാണ്. അപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് ലൈക്ലി ടു ബൈ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. അപ്പം ഗവൺമെന്റ് സെക്യൂരിറ്റീസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മേടിക്കുമ്പം അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് മാർക്കറ്റിലേക്ക് വീണ്ടും RBI ഇഞ്ചെക്ട് ചെയ്യുകയാണ്. അപ്പം നെഗറ്റീവ് എഫക്റ്റ് ആണ് വരിക. അപ്പോൾ ഇൻഫ്ലേഷൻ ഹൈ ആകുമ്പം നോർമലി വരേണ്ടത് മാർക്കറ്റിൽ നിന്ന് അബ്സോർബ് ചെയ്യാണ് ലിക്വിഡിറ്റി ചെയ്യേണ്ടത്. പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റ് പറയണത് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മേടിക്കുന്നത് വഴി RBI ലിക്വിഡിറ്റി മാർക്കറ്റിലേക്ക് വീണ്ടും കൊടുക്കുന്നു. അതൊരു ഇഞ്ചക്ഷനാണ് വരിക. അപ്പോൾ വീണ്ടും അത് ഇൻഫ്ലേഷണറി പ്രഷർ അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഹൈ ആകാനേ സാധിക്കുള്ളൂ. അപ്പം അത് റോങ് ആണ്. നോർമലി ഇവിടെ സംഭവിക്കുന്നത് ഇൻഫ്ലേഷൻ ഹൈ ആയിരിക്കേണ്ട സമയത്ത് RBI ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യും അല്ലെങ്കിൽ സെല്ല് ചെയ്യുമ്പോഴത്തേക്കും അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് അവർക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ കഴിയുക. അപ്പം ആ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എ റോങ് ആണ്, C D. ആൻസറിലേക്ക് എത്താൻ പറ്റും. 2 and 3 ഉള്ളിയാണ് ആൻസർ. ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോഴത്തേക്കും ഇഫ് ദ റുപ്പി ഈസ് റാപ്പിഡ്ലി ഡിപ്രിഷിയേറ്റിംഗ്, RBI ഈസ് ലൈക്ലി ടു സെൽ ഡോളേഴ്സ് ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ നമുക്കറിയാം ഫോറക്സ് മാർക്കറ്റിൽ ഡോളറിൻ്റെയും റുപ്പിയുടെയും ഡിമാൻഡ് ആൻഡ് സപ്ലൈ റിലേറ്റഡ് ആയിട്ടാണ് നമ്മുടെ കറൻസി ഡിപ്രിഷിയേറ്റിംഗ് ആണോ അപ്രിഷിയേറ്റിംഗ് ആണോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്കറിയാം റുപ്പി ഈസ് റാപ്പിഡ്ലി ഡിപ്രിഷിയേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോളറിൻ്റെ അവൈലബിലിറ്റി മാർക്കറ്റിൽ കൂടുതലാണ്. റുപ്പീനെ വെച്ച് നോക്കുമ്പം ഡോളറിൻ്റെ അവൈലബിലിറ്റി കൂടുതലായതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു സപ്ലൈ ഡിമാൻഡ് മിസ്മാച്ച് ഉണ്ട്. അപ്പോൾ അത്രയും കണ്ടീഷനിൽ വരുമ്പോഴത്തേക്കും ഡോളറിൻ്റെ അവൈലബിലിറ്റി മാർക്കറ്റിൽ കുറവാണ്. ഡോളറിൻ്റെ അവൈലബിലിറ്റി മാർക്കറ്റിൽ കുറവായതുകൊണ്ടാണ് അതിനെ പെർസ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്ന റുപ്പിയുടെ വാല്യൂ കൂടുതൽ, റുപ്പിയുടെ എമൗണ്ട് കൂടുതലാണ്. അപ്പം ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് RBI ഡോളറിനെ മാർക്കറ്റിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. അതായത് പ്യുവർലി സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഫോറക്സ് മാർക്കറ്റിൽ ഡോളർ കുറവാകുമ്പോഴത്തേക്കാണ് ഡോളറിൻ്റെ ഡിമാൻഡ് കൂടും. ഡോളറിൻ്റെ ഡിമാൻഡ് കൂടുമ്പം റുപ്പിയുടെ ഡിപ്രിഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റുപ്പിയുടെ വാല്യൂ കുറയും. അപ്പോൾ ഈ ഡോളറിൻ്റെ അവൈലബിലിറ്റി കുറയുന്നത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഡോളർ RBI മാർക്കറ്റിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും അല്ലെങ്കിൽ സെല്ല് ചെയ്യും. അങ്ങനെ ഡോളറിൻ്റെ അവൈലബിലിറ്റി കൂട്ടി പ്രൈസ് സ്റ്റെബിലിറ്റി ഉണ്ടാക്കും. ഇതാണ് കോമൺലി സംഭവിക്കുക. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് ആണ്. ഇനി ഇഫ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ഇൻ ദ USA ഓർ യൂറോപ്യൻ യൂണിയൻ വേർ ടു ഫോൾ, ദാറ്റ് ഈസ് ലൈക്ലി ടു ഇൻഡ്യൂസ് RBI ടു ബൈ ഡോളേഴ്സ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് നോർമലി USA അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ പോലെയുള്ള കൺട്രീസിൽ അല്ലെങ്കിൽ യൂണിയനിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയിട്ടുള്ളിടത്താണ് മാക്സിമം റിട്ടേൺ. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിക്കോട്ടെ, ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ ആയിക്കോട്ടെ, മാർക്കറ്റ് റിട്ടേൺ ആയിക്കോട്ടെ, എല്ലാം റിട്ടേൺ ഹൈ ആയിട്ടുള്ളത് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയിട്ടുള്ളിടത്താണ്. അപ്പം ഇൻട്രസ്റ്റ് റേറ്റ് ഫോൾ ചെയ്യുമ്പം നോർമലി ഇന്ത്യൻ മാർക്കറ്റ് ഒരു ഫേവറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാർക്കറ്റായിട്ട് മാറും. അങ്ങനെ ഡോളറിൻ്റെ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഡോളറിൻ്റെ ഇൻകമ്മിങ് ഇന്ത്യയിലേക്ക്, ഇന്ത്യൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിയിലേക്ക് കൂടും. അപ്പോൾ ഹൈലി ഡോളർ ഇൻടേക്ക് അല്ലെങ്കിൽ ഡോളർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ കൂടുമ്പം ഇന്ത്യൻ കറൻസി അപ്രിസിയേഷൻ നടക്കും. ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ അപ്രിസിയേഷൻ നടക്കും. ബിയോണ്ട് ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കറൻസി അപ്രിസിയേഷൻ നമുക്ക് ബെനിഫിഷ്യൽ അല്ല. ഈവൻ ഇന്ത്യൻ റുപ്പിയുടെ ആണെങ്കിൽ കൂടി. അപ്പം അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് RBI ഇഞ്ചെക്ട് ചെയ്യുന്ന ഡോളറിനെ RBI മേടിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു ഇൻകമ്മിങ് ആയിട്ടുള്ള ഡോളറിൻ്റെ വാല്യൂസിന് അല്ലെങ്കിൽ ആ എമൗണ്ട് RBI അബ്സോർബ് ചെയ്യുന്ന വഴി പ്രൈസ് സ്റ്റെബിലിറ്റി, ഡോളർ റുപ്പി ഒരു ബാലൻസിങ് ക്രിയേറ്റ് ചെയ്യും. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് 3 കറക്റ്റാണ്. അപ്പം 2, 3 റൈറ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ട് റോങ് ആണെന്ന് നമ്മൾ നോക്കി. അപ്പോൾ ആൻസർ വരുമ്പോൾ B ആണ്.